സംസം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഹദീസുകൾ നിഷേധിക്കുന്നു എന്ന് പറയാൻ വേണ്ടി തെളിവായി പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത് അബ്ദുസ്സലാം സുല്ലമി എഴുതിയിരിക്കുന്നൊരു പുസ്തകത്തിലെ പരാമർശമാണ്. എന്താ നമ്മൾ തരാം 700 അജുവാക്കാരൊക്കെ തരാം, കഴിക്കും, സിഹറടക്കട്ടെ, നമുക്ക് പിന്നെ പറയാലോ. എന്നിട്ട് കൂടെ ഇത്തിരി വിഷം തരാം, എല്ലാവരും നിരന്നിരുന്ന് കുടിക്കി. എന്നാൽ ഒന്നുകിൽ ഈ സമുദായം രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹാന്ന് ആൾക്കാർക്ക് ബോധ്യമാവും. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഒന്നുകിൽ ഈ സമുദായം രക്ഷപ്പെടും, ഈ സമൂഹം രക്ഷപ്പെടും, ഇങ്ങനെയുള്ള ആളുകളുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ റിപ്പോർട്ട് സ്വഹീഹാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇത്രേ നമ്മൾ വേണ്ടുള്ളൂ. അത് ആലോചിച്ചൂടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യൂട്യൂബില് പറയുന്നത്, പ്രാസംഗികൻ പറയുന്നത് കരിമ്പിലാക്കൽ അല്ലെ, പിന്നെ ഇതിന് ഡോക്ടറെ കാണിക്കുന്ന സംസം വെള്ളത്തിൽ ഷിഫയുണ്ട് എന്ന് പറഞ്ഞാൽ അജുവാക്കാരക്ക അതും എന്താണ് വിഷമൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെന്താ അത് കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വിഷം തരട്ടെ എന്ന് വെല്ലുവിളിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ആ ഹദീസൊക്കെ ദുർബലാണ്. എന്നാ ഖുറാനോ, ഖുറാനിലെ സൂറത്തുൽ നഹ്ൽ 16:69 തേൻ ഷിഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീഹി ഷിഫാഹുൻ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ ഷിഫയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഖുർആൻ ഷിഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. സൂറത്ത് ഇസ്രാ 17-ാം അധ്യായം 82-ാം വചനം. അപ്പൊ ഈ കരിമ്പിലാക്കൽ അത് തള്ളൂലല്ലോ, ഖുർആൻ തള്ളൂലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഈ കരിമ്പിലാക്കൽ തേൻ മാത്രം കുടിച്ചിട്ട് ചികിത്സ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് റുഖ്യ ചെയ്തിട്ട് ചികിത്സ എടുക്കുള്ളൂ? അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച വിവിധ കാരണങ്ങളാണ് രോഗം മാറാൻ. അത് ഓരോന്നും നമ്മൾ ട്രൈ ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഇതിനൊക്കെ പൊതുവായിട്ട് എന്താ പറയാ, അള്ളാഹ് ഉദ്ദേശിച്ചാലേ മാറുള്ളൂ. അപ്പോ തേനാകട്ടെ, ഖുർആൻ കൊണ്ട് റുഖ്യയാകട്ടെ, സംസം വെള്ളാകട്ടെ, ഇനി ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചാലാകട്ടെ, ആ കാരണങ്ങൾ അനുവദനീയമാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ തവക്കൽ പാടില്ല. കാരണം അള്ളാഹ് ഉദ്ദേശിച്ചാലേ മാറുള്ളൂ. പക്ഷെ കാരണങ്ങളിൽ അള്ളാഹു ശിഫ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹ് അനുവദിച്ചത് കൊണ്ട് ആ കാരണങ്ങൾ എടുക്കും. പക്ഷേ തേനിൽ മാത്രം ശമനം അങ്ങനെയില്ലല്ലോ. ഖുർആൻ റുഖ്യയിൽ മാത്രം ശമനം, അതുകൊണ്ട് റുഖ്യ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയില്ലല്ലോ. അതേപോലെ സംസം വെള്ളത്തിൽ മാത്രം ശമനം, അങ്ങനെയില്ല. അജുവാക്കാരക്ക വെല്ലുവിളിക്കാനല്ലല്ലോ. അത് അള്ളാഹ് ഉദ്ദേശിച്ചാൽ, ഒരാൾക്ക് വിഷം പോയിട്ടുണ്ട്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ ആ അജുവാക്കാരൊക്കെ കഴിച്ചാൽ മാറാതിരിക്കാം. അപ്പം വിഷം കയറിയ ഡോക്ടറെ അടുത്ത് പോയാലും മാറാതിരിക്കാം. ബാറക്കല്ലാഹു ഫീക്കും.